പുതുപ്പള്ളി CMS ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ രുചിമേളം 3ാം സീസൺ സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം CSI മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. രുചിമേളം സീസൺ 3യുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു പ്രതിഭ MLA നിർവഹിച്ചു. കായംകുളം പുതുപ്പള്ളി CMS ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ രുചിമേളം 3ാം സീസൺ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് തോമസ് പായിക്കാട് അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനം CSI മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കലോത്സവങ്ങളുണ്ട്, പക്ഷെ നമുക്ക് കുറച്ചു പേർക്കേ പോയി പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്നിവിടെയോ നമ്മുടെ സ്കൂളിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അവർക്ക് എന്തെല്ലാം കഴിവുണ്ടോ ആ കഴിവുകളെല്ലാം പ്രദർശിപ്പിക്കുവാൻ ലഭിക്കുന്ന അത്യപൂർവമായ ഒരു സമയമായത്. അതാണ് ഈ രുചിമേളത്തിന്റെ ഒരു പ്രത്യേകത. ദൈവം നമുക്ക് തന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ കഴിവുകൾ ഭയം കൂടാതെ ഇവിടെ അവതരിപ്പിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. 2, വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ ഒന്നിച്ചിവിടെ കൂടി പങ്കുവെക്കുവാൻ സാധിക്കുന്ന അനുഭവം. 3, ഇതിലൂടെയൊക്കെ സ്കൂളിന് ഒരു നേട്ടമുണ്ട് 2 വിധത്തിൽ. 1, സ്കൂളിനൊരു പ്രശസ്തി, ആളുകളിലേക്ക് സ്കൂളിനെ പറ്റിയുള്ള സന്ദേശം എത്തുന്നു. വേറൊരു ഭാഗങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്കൂളിൻ്റെ ഡെവലപ്മെന്റിനുള്ള ഒരു ചെറിയ കൈത്താങ്ങ്, ഇതെല്ലാമാണ് ഈ രുചിമേളത്തിലൂടെ പ്രതീക്ഷിക്കുന്നത്. ഈ സ്റ്റേജിലിരിക്കുന്ന വന്യരായ എല്ലാവരെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിൻ്റെ ഈ ഒരു രുചിമേളത്തിന് സമയം കണ്ടെത്തി MLA ഒക്കെ 1 മണിക്കൂറിൽ കൂടുതലായി ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെ വന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. CSI മധ്യകേരള മഹാ ഇടവകയുടെ പ്രത്യേകത. രുചിമേളം സീസൺ 3യുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു പ്രതിഭ MLA നിർവഹിച്ചു. അപ്പൊ തന്നെ മനസ്സിലായി, നല്ല നാവിൽ രുചിയൂറുന്ന ഭക്ഷണത്തിന്റെ അസല് രുചിമേളം തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ചുരുങ്ങി കയറി വന്ന സമയം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. തുടർച്ചയായി ഏകദേശം 7 വർഷത്തോളമായി 100% വിജയത്തിൽ നിന്നുകൊണ്ട് പോകുന്ന സ്കൂൾ കൂടിയാണിത്. ആ വിജയത്തോടൊപ്പമാണ് പാഠ്യേതര പരിപാടികളിൽ തലയെടുപ്പോടെ നിൽക്കുന്ന വളരെ മികച്ച നിലവാരത്തിൽ കുഞ്ഞുങ്ങളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന വലിയ പങ്ക് വഹിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അഭിമാനമാണ് ഈ സ്കൂളിനെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ. അപ്പം ഇതുപോലുള്ള പരിപാടികളിലേക്ക് ഞങ്ങളെയൊക്കെ വിളിക്കുമ്പം ഞങ്ങളും അങ്ങേയറ്റം ഭാഗ്യമുള്ളവരായി മാറുകയാണ്. കാരണം ജനപ്രതിനിധികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമോ എപ്പോഴും ദുഃഖമോ അല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ കേട്ടോ, സുഖദുഃഖ സമ്മിശ്രമാണല്ലോ ജീവിതം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു റോഡ് ചെയ്യുമ്പോൾ പൂച്ചണ്ട്, ചെയ്യാത്തപ്പം കല്ലേറ്. അപ്പൊ അത് ഞങ്ങൾ ഒരു ദിവസം തന്നെ 2ഉം കേൾക്കും. ഇപ്പം ഞാനൊരു സ്കൂളിൽ പോയി തറക്കല്ലിട്ടപ്പോൾ ഒരു ചേട്ടൻ എവിടുന്നോ ബൂമറാങ് പോലെ ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ റോഡ് എന്നാ ശരിയാക്കി തരുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഒരു ചേട്ടൻ എൻ്റെ കൂടി പോയിരുന്നോ, ഞാൻ തിരിച്ചു കൊണ്ട് തരുമ്പോൾ റോഡ് നന്നാക്കാം എന്ന് പറഞ്ഞിട്ട് വരുന്ന, അതായത് ഞാൻ എന്നെ കാണുന്ന ഏകദേശം ഒരു 3 വർഷമായി 4 വർഷമായിട്ട് അദ്ദേഹം എന്നോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ആ റോഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നുമില്ല. ഇപ്പോഴും ഞാൻ ലാസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, നമുക്ക് ഒന്നിച്ചു പോകാം, കാരണം അല്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടാക്കുമ്പോൾ വരെ ചേട്ടൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ എന്ന് പറയേണ്ട ഒരു അവസ്ഥ. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്, മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്. അപ്പോൾ ഒരു സന്തോഷം വരുമ്പം വ്യത്യസ്തമായി. പക്ഷെ ഞങ്ങൾക്ക് CMS സ്കൂളിൽ വന്ന സമയം മുതൽ ഒരു പോസിറ്റീവ് എനർജിയാണ്, വലിയ സന്തോഷം. ഇത് മനോഹരമായ ഒരു സുഗന്ധമുള്ള സായാഹ്നം എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. നമുക്ക് സുഗന്ധമുള്ള സായാഹ്നം ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അത്രയും സന്തോഷം നമുക്ക് തരുന്നതാണ്. കുട്ടികളുടെ കലാപരിപാടികളുടെ ഉദ്ഘാടനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D. അംബുജാക്ഷി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. പവനനാഥൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലത, അഡ്വക്കേറ്റ് K. ഗോപിനാഥൻ, പുതുപ്പള്ളി നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഡേവിഡ്, രാജേഷ്, ഉജ്ജ്വല ബാല്യം അവാർഡ് ജേതാവ് മാസ്റ്റർ മുഹമ്മദ് യാസിൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. രുചിമേളത്തോടനുബന്ധിച്ച് നടത്തിയ ലക്കി ഡിപ്പ് വിജയികളെ DYSP അജയ്നാഥ് തെരഞ്ഞെടുത്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോൺ വർഗീസ്, PTA സെക്രട്ടറി ബീന മേരി സാം, PTA പ്രസിഡന്റ് TV ബിജുലാൽ, PTA പ്രസിഡന്റ് അമ്പിളി, സ്റ്റാഫ് സെക്രട്ടറി എലിസബത്ത് തുടങ്ങിയവർ രുചിമേളത്തിന് നേതൃത്വം നൽകി. രുചിമേളത്തിന് മാറ്റു കൂട്ടുവാൻ തലശ്ശേരി റിതം ഗൈസ് ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഗാനമേളയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും നടത്തി. ഏകദേശം 4000-ഓളം പേർ പങ്കെടുത്ത പരിപാടി സംഘാടനം കൊണ്ട് വേറിട്ടതായി. CD നെറ്റ് ന്യൂസ്, കായംകുളം.